അതെ, അറിയാതെ വീണതല്ല കേട്ടോ. ഞാൻ തന്നെ എല്ലാം കൂടി ഒന്ന് തട്ടിയിട്ടതാ. ദേ ഇത് കണ്ടോ. എനിക്കിങ്ങനെ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഞാനിതുപോലെ ഇയറിങ്സ്, അതുപോലെ നമ്മുടെ അലമാരയിൽ അടുക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്തിട്ടിട്ട് വീണ്ടും അത് റീഅറേഞ്ച് ചെയ്ത് വെക്കും. എല്ലാവർക്കും ഇത് അത്ര ശരിയാവണമെന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ റീഅറേഞ്ച് പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഓക്കെ ആവാറുണ്ട്. ദേ വീണ്ടും ഞാൻ കുറേ ഇങ്ങനെ തട്ടിയിടുകയാണ്. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുവിധമൊക്കെ നീറ്റായി തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും എൻ്റെ ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ദേ ഇത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇത് അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല അത് കുറച്ച് മാലകളൊക്കെയാണ്. അപ്പോൾ മാലകൾ പിന്നെ ടെറാക്കോട്ടയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. പകരം ഇയറിങ്സ് മാത്രം, അതിലും ടെറാക്കോട്ട ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ടെറാക്കോട്ട അല്ലാത്ത എൻ്റെ കുറച്ച് കളക്ഷൻസ്, വളരെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു ജ്വല്ലറി ബ്രാൻഡ് നടത്തുന്നുണ്ട് കേട്ടോ. കമ്മലും മാലയും എന്നാണ് എൻ്റെ ബ്രാൻഡിൻ്റെ പേര്. അങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങാൻ തന്നെ കാരണം എനിക്ക് ഈ കമ്മലുകളോടുള്ളൊരു ക്രേസാണ്, ഭയങ്കര ഇഷ്ടമാണ്. അത് ചെറുപ്പത്തിൽ അമ്മയാണ് എനിക്കിങ്ങനെ കൂടുതൽ കമ്മലൊക്കെ വാങ്ങി തന്നിട്ട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാക്കിയത്. എനിക്ക് പൊതുവെ ഗോൾഡ് ഇടാനൊന്നും ഇഷ്ടമുള്ള ഒരാളേ അല്ല ഞാൻ. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ മിഠായി കമ്മലില്ലേ, ആ കമ്മലാണ് അമ്മ എനിക്ക് ആദ്യമായിട്ട് വാങ്ങി തന്നത്. പല കളറിലുള്ള ഒരു റിങ് കമ്മൽ, അത് ഇട്ട് തുടങ്ങിയതാണ്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഗോൾഡൊന്നും ഇടാനുള്ള ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. വാങ്ങണ കമ്മലെന്നാട്ടോ പണ്ട് ഇതിനെ പറഞ്ഞിരുന്നത്, അല്ലാതെ ഇതിനെ ഓക്സിഡൈസ്ഡ് എന്നോ ബ്രാസ് എന്നോ റെപ്ലിക്കെന്നോ അങ്ങനെയൊന്നും പറയാൻ പണ്ടൊന്നും അറിയില്ലായിരുന്നു. എല്ലാത്തിനും ഒറ്റ പേരായിരുന്നു, വാങ്ങണ കമ്മലുകൾ അല്ലെങ്കിൽ തൂക്കണ കമ്മലുകൾ, അങ്ങനെ പറഞ്ഞിരുന്നത്. ഇപ്പം പിന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട്. പിന്നെ ഇത് മുഴുവൻ ഞാൻ വാങ്ങിയതല്ല കേട്ടോ. ഇതിൽ 90% ഞാൻ വാങ്ങിയതാണ്. ബാക്കി ഒരു 10% എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവൻ എനിക്ക് വാങ്ങി തന്നതുണ്ട്. ഇടയ്ക്ക് അമ്മ വന്ന സമയത്ത് ഞാൻ അമ്മയോട് എനിക്കൊരു കമ്മൽ വേണമെന്ന് പറഞ്ഞിട്ട് പഴയ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് അമ്മയെക്കൊണ്ട് ഞാൻ കമ്മൽ വാങ്ങിപ്പിച്ചു. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതിൽ ഒരു 10-12 കമ്മൽ മാറ്റി നിർത്തിയ ബാക്കി എല്ലാം ഒരു 40-150 റേഞ്ചിനകത്ത് വരുന്ന കമ്മലുകളാണ്. ബാക്കി വരുന്ന ഒരു 10-12 പീസ് മാത്രമാണ് ഒരു 250-300 റേഞ്ച് വരുന്നത്. പിന്നെ കഥ പറഞ്ഞ സമയം പോയി, നമുക്കിതെല്ലാം കൂടി ഒന്ന് അടുക്കി വെച്ചാലോ, സ്ട്രെസ്സ് കുറയണ്ടേ. അങ്ങനെ ഇതാ 40 മിനിറ്റ് എടുത്തിട്ട് ഞാനിതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി ഇത് ബോക്സിലാക്കണം. ഞാൻ അതിന് മുമ്പായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. ബോക്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ സ്ട്രെസ്സ് പൂർണ്ണമായിട്ട് മാറുക. ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന പരിപാടി ഉണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി, ഈ കമ്മലുകളല്ലാത്ത വേറെ കുറേ കളക്ഷൻസ് എൻ്റെ പേജിലുണ്ട് കേട്ടോ. നിങ്ങൾ പേജ് ഒന്ന് നോക്കണേ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങാമല്ലോ. അപ്പോൾ ഇതാ എൻ്റെ കമ്മൽ വർത്താനം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സ്ട്രെസ്സൊക്കെ മാറി, ഇതെല്ലാം വീഡിയോ ആക്കി കുറേ കഥയൊക്കെ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഇത്തിരി സന്തോഷം കിട്ടി. അപ്പോൾ വേറെ കുഞ്ഞിക്കഥകളായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.